ഹലോ, കുറച്ച് നാളായില്ലേ നമ്മളിങ്ങനെ കണ്ട് സംസാരിച്ചിട്ട്. പനിയൊക്കെ ആയിരുന്നതും അതേ സൗണ്ടൊക്കെ വല്ലാണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ പോലെ കുക്കിംഗ് വ്ളോഗൊന്നും അല്ല കേട്ടോ, ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാവുന്നൊരു ഐറ്റമാണ്. അതായത് ലാസ്റ്റ് സൺഡേ നമ്മൾ ട്രിവാൻഡ്രം വരെ പോയിരുന്നു. അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വഴിയോരക്കടയിൽ നിന്ന് അവിടെ ഇറങ്ങി നല്ല ചൂട് ചായയൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇതൊക്കെയല്ലേ നമ്മുടെ ഒരു സന്തോഷം. അങ്ങനെ നേരെ വിട്ടത് ട്രിവാൻഡ്രത്തുള്ള ഗോകുലം ഗ്രാൻഡിലേക്കാണ്. അവിടെ നമുക്ക് ലഞ്ച് പറഞ്ഞിരുന്നത് ബിന്ദുവിൻ്റെ മിൻസനങ്ങളുടെ വരെ ട്രീറ്റ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് 1.5 വർഷമായി. അതിൻ്റെ ട്രീറ്റാണ്. നമ്മളിപ്പോഴാണ് പോയെന്ന് മാത്രം. ബുഫേ ആയിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത്. ബുഫേ എന്ന് പറയുമ്പോൾ തന്നെ നല്ല കണ്ണിൽ കുളിർമയുള്ള സാധനങ്ങളാണല്ലോ. അത് കണ്ടും കഴിച്ചും ഒക്കെ ആസ്വദിച്ചു. ബുഫേ എൻ്റെ ഫേവറേറ്റ് സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടേഴ്സും ഡെസേർട്ടുമാണ്. അത് കഴിക്കാനാണ് ഞാൻ മെയിനായിട്ട് ബുഫേ ഓപ്റ്റ് ചെയ്തത് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെയും അത് തന്നെയായിരുന്നു. സ്റ്റാർട്ടറും മെയിൻ കോഴ്സും ഡെസേർട്ടുമായിട്ട് 3-4 വട്ടമായിട്ട് നമ്മൾ കഴിച്ച് സംതൃപ്തി അടഞ്ഞു കേട്ടോ. ഈ ഡെസേർട്ട് സെക്ഷൻ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. അവിടെ ഇരുന്ന കേക്ക് ഓൾറെഡി കട്ട് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ തന്നെ കട്ട് ചെയ്ത് നമ്മുടെ ഒരു സന്തോഷത്തിന് കഴിച്ചു. ആ കേക്കിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾ കണ്ടോ, ഒരു ബ്രൗൺ കളറിലെ ആക്ച്വലി ഞാൻ വിചാരിച്ചിരുന്ന അതൊന്ന് കഴിക്കുന്ന സാധനമാണെന്ന് കേട്ടോ. വീഡിയോയിലില്ലെങ്കിലും ഇടയ്ക്ക് ഞാൻ പോയി തൊട്ട് നോക്കിയായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് കഴിക്കുന്ന സാധനമൊന്നുമല്ല, വെറുതെ ഭംഗിക്ക് മാത്രം വെച്ചേക്കുന്നൊരു ഐറ്റമാണെന്ന്. പിന്നെ ഒന്നും അറിയാത്ത പോലെ ഞാൻ അവിടെ തിരിച്ചു കിടന്നേ. പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എടുത്തു, ട്രൈ ചെയ്തു. നല്ലതായിരുന്നു. അങ്ങനെ ഈ ബുഫേ ഒക്കെ കഴിച്ച് നല്ല മഴയൊക്കെ കണ്ട് അവരുടെ ബാൽക്കണി ആട്ടോ ഇത്. നല്ല ഭംഗിയായിരുന്നു. പക്ഷെ അവിടേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഇതിനിടയ്ക്ക് നമ്മൾ വിൻസനങ്ങളുടെ വീട്ടിലെ പൂച്ചക്കുട്ടികളുടെ കാര്യം പറയാൻ വിട്ടുപോയി. നല്ല ഭംഗിയുള്ള പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ അവർക്ക്. കുറച്ച് അവരുടേതാണ്, കുറച്ച് സെയിൽ ചെയ്യാൻ വെച്ചേക്കുന്നതാണ്. ക്യൂട്ടല്ലേ അവന്മാരെ കാണാൻ? നല്ല ഭംഗിയായിരുന്നു അവരെ കാണാൻ. പൂച്ചകളോട് എനിക്ക് അധികം അറ്റാച്ച്മെൻ്റ് ഇല്ല. എനിക്കൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. അവളായിരുന്നു കേട്ടോ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു പൂച്ചക്കുട്ടി. അത് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു പൂച്ചക്കുട്ടികളോടും ആ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുമില്ല. പക്ഷേ ഇവർ നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ അവിടുന്ന് പതുക്കെ ഇറങ്ങി നേരെ പോയത് ആറ്റിങ്ങൽ അമ്പലത്തിലേക്കാട്ടോ. ഇതിനിടയ്ക്ക് നമ്മൾ ലുലുവിലൊന്ന് പോയി. ലുലുവിൽ പോയ കാഴ്ചകളാട്ടോ ഇതൊക്കെ. ലുലുവിൽ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതിനു വേണ്ടി പോയതായിരുന്നു. അവിടെയും നമ്മൾ നമ്മുടെ സ്ഥിര സ്വഭാവങ്ങളൊക്കെ എടുത്തു. ഇതൊക്കെ നമ്മുടെ ഒരു പാർട്ടാണല്ലോ. പിന്നെ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് വിട്ടു. കുളിച്ച് റെഡിയായിട്ടൊക്കെ ആട്ടോ, അല്ലാത്തൊന്നുമല്ല. അമ്പലത്തിൽ പോയി അവിടെ വിളക്കായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ വിളക്ക് കണ്ടു. 2 അമ്പലത്തിൽ പോകണമായിരുന്നു. അവിടെയൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി. നമ്മൾ ടക്കും ഉണ്ടായിരുന്നു കേട്ടോ. ടക്കു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിറ്റ്സുമാണ്. അവനുണ്ടായിരുന്നു നമ്മുടെ കൂടെ. ഈ വീഡിയോയിൽ അവനെ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇനി വരുന്ന വീഡിയോകളിൽ അവനെയും കാണിക്കാം. അങ്ങനെ അവിടുന്ന് ഇറങ്ങി. ബൈ.